ഔലിയാക്കളുടെ ഈമാൻ നമുക്കിടയിൽ എത്ര പേർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്? ഔലിയാക്കളുടെ ഈമാൻ ഗൗരവകരമായൊരു വിഷയമാണ്. ഔലിയാക്കൾ പഠിപ്പിച്ചു തന്ന ഈമാൻ ചർച്ച ചെയ്യപ്പെടണം. അള്ളാഹുവുമായി എങ്ങനെ ബന്ധപ്പെടാനാണ് അവർ നമ്മെ പഠിപ്പിച്ചു തന്നത്? പടച്ചവനുമായി എന്ത് ബന്ധം സിദ്ധിക്കാനാണ് മഹത്തുക്കളായ ഔലിയാക്കൾ പഠിപ്പിച്ചു തന്നത്? ബഹുമാന്യനായ സുൽത്താനുൽ ഔലിയ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവൻ വഫാത്താകുന്ന നിമിഷങ്ങളിൽ അദ്ദേഹം കടക്കുകയാണ്. വഫാത്തിനോട് അടുത്ത നിമിഷമാണ്. ഈ സമയത്ത് ബഹുമാനപ്പെട്ടവരുടെ മകൻ അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു ശൈഖ് ജീലാനി തങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു, ഔസിനി യാ സയ്യിദി ബിമാ അഅമലു ബിഹി ബഅദക. എന്റെ പ്രിയപ്പെട്ട പിതാവേ, എന്റെ സയ്യിദേ, എന്റെ ശൈഖേ, എന്റെ ഗുരുവര്യരെ, എനിക്ക് എന്തെങ്കിലും ഉപദേശം തരണം. താങ്കൾ മരിച്ചു കഴിഞ്ഞാൽ ഏത് മാർഗത്തിലൂടെയാണ് ഞാൻ ജീവിക്കേണ്ടുന്നത്, അമലുകളാണ് ചെയ്യേണ്ടുന്നത്. അതുകൊണ്ട് ആ ഉപദേശം താങ്കൾ. ശൈഖ് ജീലാനി തങ്ങൾ വഫാത്താകുന്ന നിമിഷം നമ്മൾ ചിന്തിക്കണം. ശൈഖ് ജീലാനി തങ്ങൾ പഠിപ്പിച്ച ഈമാനെ പറ്റി ചർച്ച ചെയ്യണ്ടേ? ബഹുമാനനായ ശൈഖ് ജീലാനി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകനോട് പറയുകയാ, പൊന്നുമോനെ, അതേ ഒരു വാപ്പവന്റെ മകന് കൊടുക്കുന്ന ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഉപദേശമാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി അദ്കാറുകളും ഇബാദത്തുകളും ഔറാദുകളും റവാത്തുകളും ചെയ്തുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് യാത്രയാകാൻ പോകുന്ന ശൈഖ് ജീലാനി തങ്ങള് പരമപ്രധാനമായ ഉപദേശം ചെയ്തു തരിക പിതാവേ എന്ന് പറഞ്ഞു വന്ന തന്റെ മകനോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, അഫ്ളൽ ഖാസിമിയുടെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഹൃദയങ്ങളിൽ കുറിച്ചിടേണ്ടുന്ന ഉപദേശങ്ങളാ ബഹുമാനരായ ശൈഖ് ജീലാനി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകനോട് ഒന്നാമതായി തന്നെ പറയുകയാ, അലൈക ബിതഖ്വല്ലാഹ്. പൊന്നുമോനെ, നീ തഖ്വയെ മുറുകെ പിടിക്കുക. പൊന്നുമോനെ, നീ തഖ്വയെ മുറുകെ പിടിക്കുക. ഏത് പ്രവർത്തനം ചെയ്താലും പടച്ച തമ്പുരാനെ ഭയപ്പെടുക. അല്ലാഹുവിന് പൊരുത്തപ്പെട്ട പ്രവർത്തനമാണോ, അതല്ല പടച്ച തമ്പുരാൻ കോപിക്കുന്ന പ്രവർത്തനമാണോ? തഖ്വയെ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കട്ടെ നിന്റെ ജീവിതം. ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. അലൈക ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ശൈഖ് ജീലാനി തങ്ങളെ പറഞ്ഞതെന്തെന്നറിയുമോ? വലാ തഖഫ് സിവല്ലാഹ്, വലാ തഖഫ് സിവല്ലാഹ്. അല്ലാഹ് അല്ലാതെ ഒറ്റൊരുത്തനെയും നീ ഭയപ്പെടരുത് പൊന്നുമോനെ. അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക എന്ന് തന്റെ മകന് ഉപദേശം കൊടുത്ത ശൈഖ് ജീലാനി തങ്ങൾ തൊട്ടടുത്ത് തന്നെ പൊന്നുമോനോട് പറയുന്നു, വലാ തഖഫ് സിവല്ലാഹ്. അല്ലാഹ് അല്ലാതെ ഒരുത്തനെയും ഭയപ്പെടല്ലേ. ഭരണാധികാരികളെ ഭയപ്പെടേണ്ടുന്നതില്ല, ഭൂരിപക്ഷത്തെ ഭയപ്പെടേണ്ടുന്നതില്ല, പ്രമാണിമാരെ ഭയപ്പെടേണ്ടുന്നതില്ല, സമ്പന്നന്മാരെ ഭയപ്പെടേണ്ടുന്നതില്ല. ഒരു നിർഭയത്വം നിറഞ്ഞ ജീവിതമാണ് ശൈഖ് ജീലാനി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകന് പഠിപ്പിച്ചു കൊടുക്കുന്ന പാരമ്പര്യമെങ്കിൽ ശൈഖ് ജീലാനിയെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ? ഔലിയാക്കളുടെ ജീവിതം പിൻപറ്റാൻ താല്പര്യമുള്ളവരുണ്ടോ? ശൈഖ് ജീലാനി തങ്ങൾ പകർന്നു നൽകുകയാ, പൊന്നുമോന്, വലാ തഖഫ് സിവല്ലാഹ്. അല്ലാഹുവിനെ അല്ലാതെ ഭയപ്പെടരുത്, പടച്ചവനെ അല്ലാതെ ഭയപ്പെടരുത്. അല്ലാഹുവിനെ മാത്രം ഭയപ്പെടുക. അല്ലാഹ് അല്ലാത്ത ഒറ്റൊരുത്തനെയും ഭയപ്പെടരുത് എന്ന് ജീവിതത്തിന്റെ പരമപ്രധാനമായ ഉപദേശം കൊടുത്തിട്ട് രണ്ടാമത് ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി തങ്ങൾ പറയുകയാ, വലാ തർജു അഹദൻ സിവല്ലാഹ്. പൊന്നുമോനെ, നിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നേക്കാം, ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വന്നേക്കാം, ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ഈ സമയങ്ങളില്, ഈ ബുദ്ധിമുട്ടുകളില് വലാ തർജു അഹദൻ സിവല്ലാഹ്. അല്ലാഹുവല്ലാത്ത, ഖാലിഖായ പടച്ച തമ്പുരാനല്ലാത്ത ഒരു മഖ്ലൂക്കിലും നിനക്കൊരു പ്രതീക്ഷയും പാടില്ല പൊന്നുമോനെ. ബഹുമാനനായ ശൈഖ് ജീലാനി തങ്ങളുടെ ഉപദേശമാണ്. മഹാനവറുകളുടെ മഹാനവറുകളുടെ വാക്കുകളിൽ ക്രോഡീകരിക്കപ്പെട്ട കിതാബുകളിൽ രേഖപ്പെടുത്തുകയാ. മരണത്തിന്റെ സമയത്ത് ശൈഖ് ജീലാനി തങ്ങൾ കൊടുത്ത ഉപദേശങ്ങൾ, പൊന്നുമോനെ, പടച്ചവനിലല്ലാതെ പ്രതീക്ഷ വെക്കാൻ പാടില്ല. എന്ത് പ്രയാസങ്ങൾ വരട്ടെ,
എന്ത് ബുദ്ധിമുട്ടുകൾ വരട്ടെ, എന്ത് പ്രതിസന്ധികൾ വരട്ടെ, എന്ത് പ്രതിബന്ധങ്ങൾ വരട്ടെ, വലാ തർജു അഹദൻ സിവല്ലാഹ്, അല്ലാഹുവിലല്ലാത്ത പ്രതീക്ഷ പാടില്ല, പടച്ചവനിലല്ലാതെ പ്രതീക്ഷ പാടില്ല. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വക്കീലിൽ ഹവായിജ ഇലല്ലാഹ്, വക്കീലിൽ ഹവായിജ ഇലല്ലാഹ്. 100 ആയിരക്കണക്കിന് ആവശ്യങ്ങൾ വന്നാലും അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കുക. വക്കീലിൽ ഹവായിജ ഇലല്ലാഹ്, നിന്റെ ആവശ്യങ്ങൾ മുഴുവനും ഹാജത്തുകൾ മുഴുവനും പടച്ച തമ്പുരാനിലേക്ക് പരമേൽപ്പിക്കുക. ശൈഖ് ജീലാനി തങ്ങളുടെ വാക്കുകളാണ്. ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങളാകട്ടെ, സന്തോഷങ്ങളാകട്ടെ, സന്താപങ്ങളാകട്ടെ, ഒരു വട്ടം വിളിച്ചാലും 100 വട്ടം വിളിച്ചാലും 1000 വട്ടം വിളിച്ചാലും വക്കീലിൽ ഹവായിജ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ പറയുക. പടച്ചവനോട് നിന്റെ വേവലാതികൾ നീ ബോധിപ്പിക്കുക, അല്ലാഹുവിനോട് നീ നിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുക. ശൈഖ് ജീലാനി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകന് നൽകിയ പ്രധാനപ്പെട്ട ഉപദേശമാണ്, വലാ തഅ്തമിദ് അഹദൻ സിവല്ലാഹ്, അല്ലാഹുവല്ലാത്തവരിലേക്ക് ഒരു ചായലും നിനക്ക് വേണ്ട. പടച്ചവരല്ലാത്ത ആരെങ്കിലും ഒരു സഹായവും തരുമെന്നുള്ള പ്രതീക്ഷ നിനക്ക് വേണ്ട. എല്ലാം പടച്ചവരിലേക്ക് മാത്രമാടൂ, എല്ലാം അല്ലാഹുവിന്റെ ദർബാറിലേക്ക് മാത്രമാടൂ. വക്കീലിൽ ഹവായിജ ഇലല്ലാഹ്, എന്താവശ്യം വന്നാലും പടച്ചവനിലേക്ക്, എന്ത് ബുദ്ധിമുട്ട് വന്നാലും പടച്ചവനിലേക്ക്. അല്ലാഹു വല്ലാത്തവരെ ഒരു പ്രതീക്ഷയും വേണ്ട പൊന്നുമോനെ. വതുലുബ് മിൻഹാ ജമീഅൻ ഇലല്ലാഹ്, ഏതേതാവശ്യങ്ങൾ വന്നാലും അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹുവിനോട് മാത്രം ചോദിക്കുക എന്ന് ബഹുമാനനായ സുൽത്താനുൽ ഔലിയാ ശൈഖ് ജീലാനി തങ്ങൾ പ്രിയപ്പെട്ട മകന് കൊടുത്ത ഉപദേശമാ. ഇതെനിക്കും നിങ്ങൾക്കും ഇടയിൽ ചർച്ചയുണ്ടോ? ഗൗരവകരമായ വിഷയമാണ്, ഗൗരവകരമായ വിഷയമാണ്. ശൈഖ് ജീലാനി തങ്ങളെ പല രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ശൈഖ് ജീലാനി തങ്ങളെ പഠിപ്പിച്ചു തന്ന ജീവിതം പല കോണുകളിൽ നിന്ന് നാം തിരിച്ചറിയാറുണ്ട്. പക്ഷേ മഹാനുഭാവൻ പകർന്നു നൽകിയ വിശ്വാസം, മഹാനുഭാവൻ പകർന്നു നൽകിയ ഈമാൻ എന്ന് പറഞ്ഞാൽ, ഔലിയാക്കളുടെ ക്വാളിറ്റികളെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആൻ ആദ്യം ചർച്ച ചെയ്തത് അല്ലദീന ആമനു, ഔലിയാക്കളുടെ ഈമാനാണ്, ഔലിയാക്കളുടെ ഈമാനാ. എനിക്കും നിങ്ങൾക്കും ഔലിയാക്കളെ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവർ പകർന്നു നൽകിയ ഈമാൻ ചർച്ചാ വിഷയമാകുന്നില്ല? ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. സത്യസന്ധമായ ചർച്ചയാണ് എങ്കിൽ എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം ഈമാനെ ചർച്ച ചെയ്തപ്പോൾ നമുക്ക് ഔലിയാക്കളുടെ ഈമാൻ ചർച്ചാ വിഷയമില്ല? ശൈഖ് ജീലാനി തങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മരിക്കുന്ന സമയത്ത്, വഫാത്തിന്റെ നിമിഷത്തിൽ തന്റെ പ്രിയപ്പെട്ട മകൻ തന്നോട് ചോദിക്കുമ്പോ ശൈഖ് ജീലാനി തങ്ങൾ കൊടുത്ത ഉപദേശം എന്തേ ചർച്ച ചെയ്യപ്പെടാത്തെ? അതെന്താ നമുക്കൊരു ചർച്ചയല്ലാത്ത? നിസാര കാര്യമാണോ പറഞ്ഞേ? ജീവിതത്തിലും മുഴുവനും മുറുകെ പിടിക്കേണ്ട അലൈക ബി തഖ്വല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെടുക, തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കുക. തഖ്വയ്ക്ക് വിരുദ്ധമായ ഒരു ജീവിതവും ഔലിയാക്കൾ പഠിപ്പിക്കൂല. തഖ്വയ്ക്ക് വിരുദ്ധമായ ഒരു ജീവിതവും ഒരു നിമിഷവും അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഗൗരവമായി നമ്മൾ ചിന്തിക്കുവിൻ. എന്നിട്ട് പറഞ്ഞു, പ്രത്യേകം ഓർമ്മപ്പെടുത്തി, അവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്, വലാ തഖഫ് അഹദൻ സിവല്ലാഹ്, അല്ലാഹനെ ഭയപ്പെടുമ്പോൾ അല്ലാഹ് അല്ലാത്ത ഒരുത്തനെയും ഭയപ്പെടരുത്. വളരെ എത്ര സാരസമ്പൂർണമായ ഉപദേശമാണ് എന്ന് പറഞ്ഞാൽ, ഒരു നിർഭയത്വം നിറഞ്ഞ ജീവിതം. ഭരണാധികാരികളെയോ ഭൂരിപക്ഷത്തെയോ സമ്പന്നന്മാരെയോ പ്രമാണിമാരെയോ ഭയപ്പെടാത്ത ഒരു ജീവിതത്തിലേക്കാണ് ഔലിയാക്കളുടെ രാജകുമാരനായ ശൈഖ് ജീലാനി തങ്ങൾ നമ്മെ ക്ഷണിക്കുന്നതും പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് പറഞ്ഞു മഹാനവർകൾ, വലാ തർജു അഹദൻ സിവല്ലാഹ്, അല്ലാഹു അല്ലാത്ത ഒരാളിലും നിനക്ക് പ്രതീക്ഷ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ മനസ്സിൽ കുറിച്ചിട്ടുകൊള്ളിൻ, ഇതൊക്കെ മനസ്സിൽ കുറിച്ചിട്ടുകൊള്ളിൻ. എന്നിട്ട് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ശൈഖ് ജീലാനി തങ്ങൾ പകർന്നു നൽകിയ ഈ സന്ദേശത്തിന് എത്രത്തോളം